പറവൂർ നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി.ഡി. സതീശൻ എന്ന പേര് ഒരു വിജയഗാഥയായിരിക്കാം. എന്നാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആ വിജയയാത്രയുടെ അന്ത്യക്കുറിപ്പാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1/4 നൂറ്റാണ്ട് കാലം പറവൂരിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ സതീശൻ ഇത്തവണ നേരിടാൻ പോകുന്നത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തെയാണ്. അത് പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നല്ല, മറിച്ച് സ്വന്തം വീടിനുള്ളിൽ നിന്ന്, സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് സതീശനെ ശരിക്കും വിളറി പിടിപ്പിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി MJ രാജു ഉയർത്തിയിട്ടുള്ള കലാപക്കൊടി വെറും ഒരു സ്ഥാനാർത്ഥി മോഹമല്ല, മറിച്ച് ദീർഘകാലമായി പറവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷത്തിന്റെ ഒരു പൊട്ടിത്തെറിയാണ്. 53 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പറവൂരിലെ ഓരോ മണ്ണും മനുഷ്യനെയും അറിയുന്ന രാജുവിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ തഴഞ്ഞുകൊണ്ട് സതീശൻ നടത്തുന്ന ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ ശൈലിക്ക് ഇത്തവണ ജനം മറുപടി നൽകും. 8 വർഷം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നിട്ടും 4 തവണ നഗരസഭാ കൗൺസിലറായി സേവനമനുഷ്ഠിച്ചിട്ടും രാജുവിനെ പോലെയുള്ളവരെ വെറും കീഴ് ജീവനക്കാരായി മാത്രം കാണുന്ന സതീശന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ 5ാം ഊഴത്തിലെ പടയോട്ടം തടയാൻ കഴിഞ്ഞ തവണ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും 21,301 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം കാട്ടി അദ്ദേഹം എല്ലാവരെയും നിശബ്ദരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഭൂരിപക്ഷം ജനങ്ങളുടെ സ്നേഹം കൊണ്ടല്ല, മറിച്ച് എതിർചേരിയിലെ വിള്ളലുകൾ മുതലെടുത്തുണ്ടാക്കിയതാണെന്ന് ഇത്തവണ തെളിയുകയും ചെയ്യും. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പറവൂരിൽ സതീശൻ വളർത്തിയെടുത്ത വ്യക്തിപൂജം അടുത്തിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോൾ KPCCക്കും AICCക്കും പരാതിയുമായി പരസ്യമായി രംഗത്തെത്തിയത്. സതീശന്റെ സൂപ്പർമാൻ പരിവേഷത്തിന് താഴെ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന സാധാരണ പ്രവർത്തകർക്ക് MJ രാജു ഒരു വിമോചന നായകനായി മാറിയിരിക്കുകയാണ്. രാജുവിനെ പിന്തുണച്ച് ഒപ്പിട്ട പ്രാദേശിക നേതാക്കന്മാരുടെ പട്ടിക തന്നെ നോക്കിയാൽ സതീശന്റെ അടിത്തറ എത്രത്തോളം തന്നെ തകർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറവൂരിൽ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചു എന്ന സോഷ്യൽ മീഡിയയിലൂടെ തള്ളുന്ന സതീശൻ വെറും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നൽകിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് പിടിക്കാൻ പുതിയ വാഗ്ദാനങ്ങൾ നൽകുകയും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉപയോഗിച്ച് മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുമ്പോഴും സ്വന്തം മണ്ഡലത്തിലെ സാധാരണക്കാരുടെ പരാതികൾ കേൾക്കാൻ അദ്ദേഹം ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ഈ ഒരു അകൽച്ചയാണ് ഇപ്പോൾ രാജുവിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അണികളിലേക്ക് അടുപ്പിക്കുന്നത്. 20 വർഷം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന രാജുവിന് പറവൂരിലെ താഴെത്തട്ടിലുള്ള കുടുംബങ്ങളുമായുള്ള ബന്ധം സതീശന് സ്വപ്നം കാണാൻ പോലും കഴിയുന്നതിനും അപ്പുറത്താണ്. ഇടതുമുന്നണിയും ഇത്തവണ സതീശന്റെ വീഴ്ചയ്ക്കായി തക്കം പാർത്തിരിക്കുകയാണ്. സതീശനെതിരെ ഒരു ശക്തനായിട്ടുള്ള സ്വതന്ത്രനെയോ അല്ലെങ്കിൽ മുൻമന്ത്രി VS സുനിൽകുമാറിനെ പോലെയുള്ള ജനകീയ മുഖങ്ങളെയോ രംഗത്തിറക്കിയാൽ സതീശന്റെ പതനം പൂർണ്ണമാകുമെന്ന് ഉറപ്പാണ്. CPM വോട്ടുകൾ ഇത്തവണ ചോരാതെ കാക്കുമെന്നും കോൺഗ്രസിലെ വിമത നീക്കങ്ങൾ പരമാവധി മുതലെടുക്കുമെന്നും LDF ഉറപ്പിച്ചു കഴിഞ്ഞു. മുമ്പ് 1996-ൽ P. രാജുവിനോട് സതീശൻ തോറ്റ ചരിത്രം ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ മണ്ഡലത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സതീശന്റെ പരാജയം എന്നത് വെറും ഒരു സീറ്റിന്റെ നഷ്ടമല്ല, മറിച്ച് കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ഏകാധിപത്യ പ്രവണതകൾക്കുള്ള തിരിച്ചടി തന്നെയായിരിക്കും. സ്വന്തം നാട്ടിലെ പ്രവർത്തകരെ ബഹുമാനിക്കാത്ത മുതിർന്ന നേതാക്കളെ ഒതുക്കി നിർത്തുന്ന സതീശന് വോട്ടർമാർ നൽകുന്ന താക്കീതായിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം. വിമതനായി മത്സരിക്കുമെന്ന രാജുവിന്റെ മുന്നറിയിപ്പ് സതീശന്റെ ഉറക്കം വല്ലാതങ്ങ് കെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ഇടതു മുന്നണിയുടെ കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയും മറുവശത്ത് സ്വന്തം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും സതീശനെ ശരിക്കും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. വോട്ട് വിഭജനം നടന്നാൽ സതീശന്റെ ഭൂരിപക്ഷം ഇടിയുക മാത്രമല്ല, അദ്ദേഹത്തെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുന്ന സതീശന് പറവൂരിലെ വോട്ടർമാരുടെ മനം മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 2026-ലെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ V.D. സതീശൻ എന്ന പേര് ഒരു തോറ്റ നേതാവിന്റെ പട്ടികയിൽ ഇടം പിടിക്കുമെന്നുറപ്പാണ്. അഹങ്കാരത്തിനും അവഗണനയ്ക്കും ജനങ്ങൾ നൽകുന്ന കടുത്ത ശിക്ഷയാകും പറവൂരിലെ വരാനിരിക്കുന്ന പരാജയം. കോൺഗ്രസ് കോട്ടയെന്ന് സതീശൻ വിശേഷിപ്പിച്ചിരുന്ന പറവൂർ ഇത്തവണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചുടലപ്പറമ്പായി മാറാൻ പോകുന്ന കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.